ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ പിടിച്ചേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചായ കുടിക്കാൻ പോകണമെന്ന്. പക്ഷേ അല്ല, അതിനകത്ത് അരിയാണ്. ഞാൻ ചോറുണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാത്തതിന് ഞാൻ എന്താ കുക്കറും എടുത്തിട്ടുണ്ട്. പക്ഷേ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുക്കറും കാണാൻ പൊട്ടിത്തെറിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ തിരിച്ചു വെച്ചു. അവസാനം എന്താ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചോറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടാനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്നും പക്ഷേ എനിക്ക് വലിയ കാര്യമല്ല. ഞാൻ വീട്ടിൽ സാധാരണ നിൽക്കുമ്പോഴൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കിതൊരു വലിയ ടാസ്ക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഇതെനിക്കിത് വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാ അരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇതൊരു മെഴുക്ക് പുരട്ടി രൂപമായിപ്പോയി കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് എണ്ണ ബാക്കി വന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് മുട്ട പൊരിച്ചെടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ സുഡ ചോറും മുട്ട വറുത്തതും കിഴങ്ങ് പുരട്ടിയും പിന്നെന്താ അതൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ നാട്ടിൽ നിന്ന് എന്നെ കാണാൻ വന്നപ്പോൾ കുറേ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കേട്ടോ ഈ ഇഞ്ചി അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി അച്ചാർ. പക്ഷേ എനിക്കിത് കൂട്ടാനും പാടില്ലാത്തൊരു സാധനമാണ്. പക്ഷേ നമുക്ക് വായിക്കാത്തോട്ട് ഇറങ്ങണമല്ലോ, അപ്പോൾ ഇതൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇഞ്ചി അച്ചാറും കുറച്ച് പൊട്ടറ്റയും കുറച്ച് മുട്ടയും എല്ലാം കുടിച്ചൊരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, പക്ഷേ അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാനിപ്പോൾ എന്നെ പ്രശംസിക്കും, നിങ്ങൾ കണ്ടോളൂ. എന്നെ പ്രശംസിക്കാൻ ഞാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.